ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. അപ്പോൾ നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 21,717 ലെവലാണ്. ഇനി നമ്മൾ ഓപ്ഷൻ ചെയിൻ എടുത്ത് നോക്കുകയാണെങ്കിൽ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് എന്ന് പറയുന്നത് 21,700 ആണ്. അതുപോലെ തന്നെ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് എന്ന് പറയുന്നത് 21,750 ആണ്. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ ഈ ഒരു ലെവൽസ് സ്ട്രോങ് സപ്പോർട്ടായിട്ട് റെസിസ്റ്റൻസ് ആയി നിൽക്കുകയാണ്. ഓക്കെ, ഇനി നമുക്കിവിടെ ഒ ഐ ചേഞ്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും കോൾ ഓപ്ഷനിലാണ് ഏറ്റവും കൂടുതൽ ഒ ഐ ചേഞ്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നല്ല രീതിയിൽ സെല്ലിംഗ് വന്നിട്ടുണ്ട് നിഫ്റ്റിയിൽ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ടെക്നിക്കൽ ലെവൽസ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഫിബൊനാച്ചി ലെവൽസ് വരയ്ക്കാം. ജസ്റ്റ് ഇന്നത്തെ ഹൈ മുതൽ ലോ വരെ ഫിബൊനാച്ചി ലെവൽസ് മാർക്ക് ചെയ്യാം. അതിനുശേഷം 0.618 ഈ ലെവൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ലെവൽ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി അതിനോട് ചേർന്നുള്ള ഒരു ക്യാൻഡലിൻ്റെ ഹൈ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് ആയി നിൽക്കുകയാണ്. ഇത് നമുക്ക് ഇവിടെ ചെറിയൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ നാളത്തെ ടെക്നിക്കൽ ലെവൽ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ മാർക്കറ്റ് നാളെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രം നമ്മളൊന്ന് നോക്കിയാൽ മതി. അതായത് മാർക്കറ്റ് ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിൽ മാത്രം നമുക്ക് അപ്പ് സൈഡ് കാണുന്നുള്ളൂ. അതല്ല മാർക്കറ്റ് താഴേക്ക് വന്ന് ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ അവിടെ ഒരു ഡൗൺ സൈഡ് കാണുന്നുണ്ട്. ഓക്കെ, അതല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവൽ വന്നിട്ട് തിരിച്ച് റിവേഴ്സ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിഫ്റ്റിയിൽ നാളത്തെ മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യണത്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് 46,000 ആണ്. അതുപോലെ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് 45,000 ആണ്. അതിനുശേഷം 45,500 നല്ല രീതിയിൽ കോൾ ഓപ്ഷനിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് 45,500 അതുപോലെ 45,000 ആണ് ഇപ്പോൾ സ്ട്രോങ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ നിൽക്കുന്നത്. ഇനി നമുക്ക് ഓയിൽ ചേഞ്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് കോൾ ഓപ്ഷനിലാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഇന്ന് നല്ല രീതിയിൽ സെല്ലിംഗ് ആണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ ലെവൽസ് നോക്കാം. അപ്പോൾ നല്ല രീതിയിൽ നിന്ന് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫിബൊനാച്ചി ലെവൽ എടുത്തിട്ട് ഇന്നത്തെ ഹൈ മുതൽ ലോ വരെ ആദ്യം മാർക്ക് ചെയ്യാം. അതിനുശേഷം 0.618 ലെവൽ ഒന്ന് മാർക്ക് ചെയ്യാം. ഈ ഫിബൊനാച്ചി ലെവൽ ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഇതിനോട് ചേർന്നുള്ള ഒരു ക്യാൻഡലിൻ്റെ ഹൈ നമുക്ക് എടുക്കാം. ഇവിടെ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ റെസിസ്റ്റൻസ് ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ താഴെ ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ ലെവല്. ഇനിയിപ്പോൾ നാളെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് തിരിച്ചു കയറുകയാണെങ്കിൽ ഒരു അപ്പ് സൈഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ബാങ്ക് നിഫ്റ്റിയിൽ. അതല്ല ബാങ്ക് നിഫ്റ്റി ഈ ഒരു താഴത്തെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴേക്കാണെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഒരു ലെവൽ ടച്ച് ചെയ്ത് വീണ്ടും താഴേക്ക് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മൂവ്മെൻ്റൊക്കെയാണ് നാളെ ബാങ്ക് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ലെവൽസൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് സ്റ്റോക്സുകൾ നോക്കാം. അപ്പോൾ അതിൽ ആദ്യം വന്നിരിക്കുന്നത് പവർ ഗ്രിഡ് ആണ്. പവർ ഗ്രിഡിൽ നിന്ന് നല്ലൊരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പവർ ഗ്രിഡിൽ നമുക്ക് ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ മാർക്കറ്റ് ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ലെവലും മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു ലെവൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറി പോകാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഈ ലെവൽ ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും. ഈ ലെവൽ ടച്ച് ചെയ്ത് താഴേക്ക് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വാച്ച് ചെയ്ത് നോക്കാം പവർ ഗ്രിഡ്. ഇനി അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് ക്യാൻ ബാങ്ക് ആണ്. അപ്പോൾ ക്യാൻ ബാങ്കും നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ട്രെൻഡ് ലൈൻ വെച്ച് മാർക്ക് ചെയ്യാം. താഴെയും മാർക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്.
ഇത് നമ്മളിനി ബ്രേക്ക് ഔട്ട് നോക്കിയാൽ മതി. ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയിട്ട് ഒന്ന് റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ് ക്യാൻ ബാങ്ക്. അതല്ല താഴേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് വീണ്ടും താഴേക്ക് വരാണെങ്കിൽ ഡൗൺ ട്രെൻഡിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അടുത്ത സ്റ്റോക്സ് ടാറ്റ പവർ ആണ്. അപ്പോൾ ടാറ്റ പവറും ഇത് നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു, അപ്സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും നമുക്ക് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഇത് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് മുകളിലേക്ക് കയറാണെങ്കിൽ അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല താഴേക്കാണെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇതിനടുത്ത് HDFC ബാങ്ക് ആണ്. HDFC ബാങ്ക് ഇവിടെ ട്രെൻഡ് ലൈൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലെവലും മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ HDFC ബാങ്കിൽ ബ്രേക്ക് ഔട്ട് നോക്കിയാൽ മതി. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറാണെങ്കിൽ അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല താഴേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ ഡൗൺ ട്രെൻഡ് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റോക്സിലൊക്കെ ജസ്റ്റ് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് ഈ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ക്യാൻഡിൽസ് ബ്രേക്ക് ഔട്ട് ചെയ്യണ ബേസ് ചെയ്തിട്ട് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യണം. അത് കഴിഞ്ഞ് അടുത്ത ക്യാൻഡിലും കൂടി നമ്മൾ നോക്കണം. ചില സമയത്ത് ഫേക്ക് ബ്രേക്ക് ഔട്ട് വരാറുണ്ട്. അതായത് ചിലപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യുന്നത് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലായിരിക്കും, അതിനുശേഷം നല്ലൊരു ബെയറിഷ് ക്യാൻഡിൽ വന്ന് ഈ ഒരു ട്രെൻഡ് ലൈന് താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫേക്ക് ബ്രേക്ക് ഔട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ബൈ എടുക്കരുത്, ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യണം. ഇനി നമുക്ക് നാളെ അനൗൺസ് ചെയ്യാൻ പോകുന്ന റിസൾട്ടുള്ള സ്റ്റോക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നാളെ വരാൻ പോകുന്നത് MRFൻ്റെ റിസൾട്ട് വരുന്നുണ്ട്, ഹീറോ മോട്ടോകോപ്പിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്, അതുപോലെ ടാറ്റ പവറിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്, പിന്നെ സൈഡസ് ലൈഫ് വരുന്നുണ്ട്, PI ഇൻഡസ്ട്രീസ് വരുന്നുണ്ട്, ബാന്തൻ ബാങ്ക് വരുന്നുണ്ട്, അൽക്കീം വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം സ്റ്റോക്സുകളാണ് മെയിനായിട്ട് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സുകളുടെ മൂവ്മെൻറ്റും ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇന്ന് മെയിനായിട്ട് മൂവ്മെൻറ്റ് വന്ന സ്റ്റോക്സുകളും അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ITC 4% താഴെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് കാരണമായിട്ട് പറയുന്നത് ITCയിലെ ബിഗ്ഗസ്റ്റ് ഷെയർ ഹോൾഡറായ ബ്രിട്ടീഷ് അമേരിക്കൻ ടൊബാക്കോ, അതായത് ബാറ്റ്, അവരുടെ ഷെയർസ് ITCന്ന് കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ന്യൂസിൻ്റെ ബേസ് ചെയ്തിട്ടാണ് 4% ITC താഴേക്ക് പോയിട്ടുള്ളത്. പിന്നെ അടുത്ത സ്റ്റോക്സ് പറയുകയാണെങ്കിൽ ക്യുമിൻസ് ഇന്ത്യ ആണ്. അതൊരു 8% ഇന്ന് കയറിപ്പോയിട്ടുള്ളത്. ഒരു കയറിപ്പോകാൻ കാരണമായിട്ട് പറയുന്നത് അവരുടെ ക്വാർട്ടർലി റിസൾട്ട് നല്ല പോസിറ്റീവായിരുന്നു കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇന്നും അത് 8% കയറിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ജസ്റ്റ് ഡയലാണ്. അപ്പം ജസ്റ്റ് ഡയലും ഇന്നൊരു 8% മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഡയൽ പ്രൊവൈഡ് ചെയ്യുന്നത് ലോക്കൽ സെർച്ച് സർവീസ് ആണ്. അപ്പോൾ ഇതിന് കാരണമായിട്ട് പറയുന്നത് കമ്പനി അവരുടെ എംപ്ലോയീസിന് കുറച്ച് ഷെയർസ് കൊടുക്കുന്നുണ്ട്, അത് കോമ്പൻസേഷൻ ആയിട്ട്. അപ്പോൾ ഇത് ഇൻവെസ്റ്റേഴ്സിൽ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട് കമ്പനിയുടെ ഫ്യൂച്ചറിനെ പറ്റി. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ജസ്റ്റ് ഡയൽ ഇന്ന് 8% കയറിപ്പോയിട്ടുള്ളത്. പിന്നെ അടുത്തൊരു സ്റ്റോക്സ് എന്ന് പറയുന്നത് ട്രെൻഡ് ലിമിറ്റഡ് ആണ്. അതൊരു 7% കയറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് കാരണമായിട്ട് പറയുന്നത് ക്വാർട്ടർലി റിസൾട്ട് നല്ലൊരു പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ ഇത് അനലിസ്റ്റുകൾക്ക് നല്ലൊരു ശുഭാപ്തി വിശ്വാസം വന്നിട്ടുണ്ട്, കാരണം ഈ കമ്പനിക്ക് നല്ല സ്ട്രോങ് റവന്യൂ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റോർസ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ പ്രോഫിറ്റ് മാർജിനും കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ട്രെൻഡ് ഇന്നും നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് CDSL ലിമിറ്റഡ് ആണ്. അപ്പോൾ CDSL ലിമിറ്റഡ് ഇന്ന് 2% കയറിപ്പോയിരിക്കുന്നത്. അപ്പോൾ ഇത് കാരണമായിട്ട് കാണുന്നത് അതിൻ്റെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു പോസിറ്റീവ് ബ്രേക്ക് ഔട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ CDSL ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു ട്രെൻഡ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പ് സൈഡിലേക്ക്. പിന്നെ അടുത്തത് LIC ആണ്. അപ്പോൾ LIC 6% കയറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് കാരണമായിട്ട് പറയുന്നത് ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അനലിസ്റ്റുകൾ എക്സ്പെക്ട് ചെയ്യുന്നത് LICയുടെ റിപ്പോർട്ടിൽ നല്ലൊരു പ്രോഫിറ്റ് ആയിരിക്കും കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ. ആ ഒരു വ്യൂ അനുസരിച്ചാണ് LIC നല്ല രീതിയിൽ കയറിപ്പോയിരിക്കുന്നത്. പിന്നെ അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ആണ്. അപ്പോൾ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഇന്നൊരു 3% കയറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് കാരണമായിട്ട് പറയുന്നത് അവരുടെ ക്വാർട്ടർലി റിസൾട്ട് നല്ല പോസിറ്റീവ് ആയിരുന്നു, അത് കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് 3% ആ ഒരു പവർ ഗ്രിഡ് കയറിപ്പോയിട്ടുള്ളത്.
അടുത്തത് മാൻകൈൻഡ് ഫാർമയാണ്. മാൻകൈൻഡ് ഫാർമ ഒരു 6% കയറിപ്പോയിരിക്കുന്നത്. അപ്പോൾ ഇതിന് കാരണമായിട്ട് പറയുന്നത് ബ്ലോക്ക് ഡീൽ വഴി നല്ലൊരു ട്രാൻസാക്ഷൻ മാൻകൈൻഡ് ഫാർമയിൽ നടന്നിട്ടുണ്ട്. അതായത് പ്രൊമോട്ടേഴ്സ് അവരുടെ കയ്യിലുള്ള ചെറിയൊരു ശതമാനം ഷെയർസ് സെല് ചെയ്തിട്ടുണ്ട്. അത് റെഗുലേറ്ററി റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റോക്സിൽ നിന്ന് 6% കയറിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത് അപ്പോളോ ടയർ ആണ്. അപ്പോളോ ടയർ 2% താഴേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് കാരണമായിട്ട് പറയുന്നത് ക്വാർട്ടർലി റിസൾട്ടിൽ പ്രോഫിറ്റ് കുറവായിരുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്. അപ്പോൾ അത് എക്സ്പെക്ട് ചെയ്തതിലും കാട്ടി കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് 2% അപ്പോളോ ടയർ താഴേക്ക് വന്നിരിക്കുന്നത്. പിന്നെ അടുത്ത് കല്യാൺ ജ്വല്ലേഴ്സ് ആണ്. അപ്പോൾ കല്യാൺ ജ്വല്ലേഴ്സ് 4% കൂടുതൽ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ബ്ലോക്ക് ഡീൽ വഴി നല്ലൊരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കല്യാൺ ജ്വല്ലേഴ്സും ഇന്ന് 4% കൂടുതൽ കയറിപ്പോയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് മെയിൻ ന്യൂസ് ആയിട്ടുള്ള സ്റ്റോക്സുകൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.